കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ ആഴ്ച നിർത്തി. 12 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് വായിക്കേണ്ടത്. നമ്മൾ അപ്പോസ്തലനായ പൗലോസിന് ദൈവസഭയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, ദൈവത്തോടുള്ള പ്രാർത്ഥനയും ആഴമായ കരുതലും അവരെ എത്രത്തോളം അപ്പോസ്തലൻ പ്രാർത്ഥന വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഭാഗങ്ങളാണ്. എന്താണ് അപ്പോസ്തലൻ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവസന്നിധിയില് വീണ്ടും നമുക്ക് കൊലോസ്യർ ലേഖന ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാനും നമ്മുടെ സഭയ്ക്കും നമ്മൾ ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരുവാനും കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. നമുക്കും അപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തില് ദൈവിക ഉദ്ദേശങ്ങളെ ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ നമുക്ക് ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ പരസ്പരമുള്ള പ്രാർത്ഥന, അതെല്ലാം നമ്മുടെ ഭൗതികമായ വിഷയങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു ജീവിതമായി തീരാതെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷകളായി തീരട്ടെ. നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചു ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം അത് ദൈവത്തിന് മാനവും മഹത്വവും കൊടുക്കുന്നതായി തീരുവാൻ. അതാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ ചിന്തിച്ചത്. 10ന്റെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും 10ാം വാക്യം നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവുമെണ്ണം നടന്ന്. കർത്താവിന് യോഗ്യമാവുമെണ്ണം ഉള്ള നടപ്പിന് നമ്മളെ പ്രാപ്തരാക്കുന്ന പ്രാർത്ഥനയാണ് അപ്പോസ്തലന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അത് എല്ലാ ലേഖനങ്ങളിലും അവര് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, കർത്താവിന് യോഗ്യമാവുമെന്നുള്ള ഒരു നടപ്പ്. In the way you live will always honor and please the Lord, and your lives will produce every kind of good fruit. ജീവിതം സൽഫലം കായ്ക്കുന്നതായിരിക്കണം. ജീവിതത്തിന്റെ നടപ്പ് ദൈവത്തിന് മാനവും മഹത്വവും കൊടുക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് യോഗ്യമായ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാനം കൊടുക്കുന്ന, ദൈവത്തെ ഓണർ ചെയ്യുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ജീവിതം നയിക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം കൊലോസ്യയിലെ വിശ്വാസികൾക്ക് കൊടുക്കുക. കാരണം അങ്ങനെയുള്ള ബോധ്യം അവരുടെ ഉള്ളിൽ കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തെ സൽഫലം കായ്ക്കുന്നതാക്കി മാറ്റുവാനും ദൈവത്തിന് യോഗ്യമാവുമണ്ണം ജീവിക്കുവാൻ നമ്മളെ ആക്കണം എന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ്. എന്നാൽ ദൈവത്തിന് മാനം കൊടുക്കുന്ന, മഹത്വം കൊടുക്കുന്ന ഒരു ജീവൻ നയിക്കാൻ നമുക്കൊരു പ്രാപ്തിയില്ലതാനും. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് അപ്പോസ്തലൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ദൈവമക്കൾക്ക് പ്രാപ്തി കൊടുക്കുന്നത് ദൈവത്തിന്റെ ആ ദാനമാണ്. അത് പരിശുദ്ധാത്മാവിനെ തുണയായി കൊടുത്തുകൊണ്ട് ക്രിസ്തു മുഖാന്തരം കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. The way you live will always honor and please the Lord. അതാണ് നമ്മൾ ഈ പറയുന്ന നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണം നടക്കുന്നു അല്ലെ നടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ജീവിക്കുന്ന ജീവിത രീതി കൊണ്ട് നിങ്ങളെ വിളിച്ച ദൈവത്തിന് മാനം കൊടുക്കുന്ന, ആ ദൈവത്തെ ആദരിക്കുന്ന, ആ ദൈവത്തിന് പ്രസാദമുളവാകുന്ന, ദൈവത്തിന് മാനം കൊടുക്കുകയും ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ, അതിനുവേണ്ടി അങ്ങനെ ജീവിതം നയിക്കാൻ നിങ്ങളുടെ ജീവിതം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും വേണം. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അപ്പോസ്തലനോട് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് 11ാം വാക്യം, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി. അപ്പൊ അത് ഫലമാണ്. എല്ലാ തരത്തിലുമുള്ള നല്ല ഫലങ്ങൾ നിങ്ങൾ കായ്ക്കണമെന്ന് പറഞ്ഞാൽ സകല സൽപ്രവൃത്തിയിലും നിങ്ങൾ ഫലം കായ്ക്കണം. ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്. ആത്മാവിന്റെ ഫലത്തിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ പേഷ്യൻസ് എന്നുള്ളത്, എൻഡ്യൂറൻസ് എന്നുള്ളത്, ദീർഘക്ഷമയും സഹിഷ്ണുതയും. ദൈവത്തിന് യോഗ്യമായ
അല്ലെങ്കിൽ ദൈവത്തെ ആദരിക്കുന്ന, ദൈവത്തിന് മഹത്വവും മാനവും കൊടുക്കുകയും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്ന ജീവിതം വേണം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നയിക്കും. അതിനവരെ പ്രാപ്തരാക്കുവാൻ ദൈവമേ അവിടുന്ന് അവർക്ക് എന്തു കൊടുക്കണം? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുവാൻ വേണ്ടി അവരെ ബലപ്പെടുത്തുവാനുള്ള ശക്തിയും, അതെ, ദൈവികമായ ഇടപെടലും ആ മഹത്വത്തോടെ അവർ ബലപ്പെടണമെന്നുള്ള ദൈവിക ആത്മീകമായ സകല ജ്ഞാനവും വിവേകവും ദൈവേഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും ഇന്നത്തെ തലമുറയ്ക്ക് ഒരിക്കലും അതിന് കഴിയുന്നില്ല. കാരണം തങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം സാധിപ്പിക്കുവാൻ അവർ നെട്ടോട്ടം ഓടുമ്പോൾ അതിനെക്കുറിച്ച് അനുകൂലമായി പറയുന്ന പ്രവാചകരെ തേടി അവർ അലയുമ്പോൾ അവർക്ക് എങ്ങനെ കഴിയും ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് അറിയാൻ? അവരുടെ ഹൃദയത്തിൽ എവിടെ ഇടമുള്ളത്? അവരുടെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ കണ്ടുവരുന്നത്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിലോട്ട് കൊണ്ട് നിറയ്ക്കുന്ന എന്തുവാ? അവരുടെ മനസ്സിലോട്ട് കൊണ്ട് നിറയ്ക്കുന്ന എന്ത് ചോദിച്ചാലും എന്താവശ്യപ്പെട്ടാലും ദൈവം നൽകി തരും. എവിടൊക്കെ നിന്ദിച്ചു അവിടെ തന്നെ മാനിക്കും, ഒരിക്കലും തല കുനിയുകയില്ല, ലജ്ജിച്ചു പോകത്തില്ല എന്ന് വെച്ചാൽ ഭൗതികമായ ഒരു വിഷയങ്ങൾക്കും ഇനി മുട്ടുവരുത്തില്ല എന്നുള്ള ചിന്ത മനസ്സിലിടുകയും അടിസ്ഥാനരഹിതമായത് സന്ദർഭോചിതമല്ലാത്തതുമായ വാക്യങ്ങളെ വേദോസ്തത്തിൽ നിന്ന് കണ്ടെത്തി അത് തങ്ങളുടെ വാഗ്ദത്തമാണെന്ന് സ്വയം തങ്ങളെ തന്നെ വിശ്വസിപ്പിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ശുശ്രൂഷകരെ കണ്ടെത്തി തങ്ങളുടെ കർമ്മരസമാകുമാറ് തങ്ങളുടെ ഹൃദയത്തിന്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചിന്തിച്ച പോലെ തങ്ങളുടെ ദേഹിക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, ദേഹി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക്, ആ ഇൻഡിവിജ്വലിന് അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന വാക്കുകളും അവരുടെ പ്രതീക്ഷയെ പൂവണിയിക്കുന്ന വാഗ്ദാനങ്ങളും കേൾക്കുവാൻ ജനം നെട്ടോട്ടം ഓടുമ്പോൾ ചോദ്യം അവശേഷിക്കുന്നു, എവിടെയാണ് ദൈവ ഇഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനം അറിയുവാൻ മനസ്സിലിടമുള്ളത്? അങ്ങനെ ആയിരിക്കുന്ന പ്രിയ ദൈവമക്കൾ ഓർത്തോണം, ദൈവ ഇഷ്ടത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്കറിയണം. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് എനിക്ക് നിറഞ്ഞു വരണം. ദൈവഹിതത്തെ കുറിച്ചുള്ള ആ അറിവ് എനിക്ക് വേണം എന്ന് നമ്മുടെ ഇവിടെ അപ്പോസ്തലൻ ഇവരുടെ ഭൗതിക വിഷയത്തെ ബന്ധപ്പെടുത്തി അല്ല പറയുന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഭൗതികമായ വിഷയങ്ങൾക്കൊക്കെ ഉള്ള ദൈവഹിതം അന്വേഷിക്കുന്നതിനെ കുറിച്ച് അല്ല പറയണേ. അവർക്ക് ആവശ്യമുള്ളത് മുന്നമേ അറിയുന്ന ദൈവം അത് കൊടുക്കുമെന്നുള്ളത് അറിയുകയും അതവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ദൈവ ഇഷ്ടം അറിയാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, നാം ജീവിക്കുന്ന ജീവിത രീതി കൊണ്ട് ദൈവത്തിനും മാനവും മഹത്വവും കൊടുത്ത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു അംഗീകാരം ലഭിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെ, എല്ലാ സൽഫലങ്ങളെയും പുറപ്പെടുവിച്ചുകൊണ്ട് അവന്റെ മഹത്വത്തിന്റെ ആധിപത്യത്തിൽ ഇവിടെ സഭ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന് ദൈവസന്നിധി വെച്ചിട്ട് അതിന്റെ ഹിതമറിയാനുള്ള അത് ദൈവഹിതം അങ്ങനെയല്ല. അത് തീർച്ചയായും ദൈവം തന്റെ മക്കളുടെ ഓരോ കാര്യങ്ങളിലും അവർക്ക് ആവശ്യമായി നൽകി കൊടുത്ത് അവരെ യേശു പറഞ്ഞിടത്ത് യേശു പറഞ്ഞു, നോ പറഞ്ഞിടത്ത് നോ പറഞ്ഞ്, വെയിറ്റ് ചെയ്യേണ്ടിടത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ച് കർത്താവ് അവരെ ദിനം തോറും നടത്തിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ മുൻഗണന അവിടെയല്ല ഇരിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യവും മുൻഗണന എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ വിശുദ്ധിക്ക് അതേ പങ്കാളികളായി തീരേണ്ട ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടു. എന്താണ് യോഗ്യമായ ജീവിതം? ദൈവത്തിന് മാനവും മഹത്വം കൊടുക്കണം. ദൈവത്തിന് മാനവും മഹത്വം കൊടുക്കണമെങ്കിൽ ആരെ പോലെ ജീവിക്കണം? ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം വേണം. ക്രിസ്തുവിന്റെ സ്വഭാവം വേണമെങ്കിൽ ആത്മാവിന്റെ സഹായം വേണം. ആത്മാവ് സഹായിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തണം. അല്ലാതെ ആത്മാവ് നമ്മളെ സഹായിക്കാൻ. എന്റെ ജീവിതം യോഗ്യമായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ കാണുന്ന യോഗ്യതയല്ല എനിക്ക് മറ്റൊരാൾ കാണുന്നത്. എല്ലാവർക്കും അവരവരുടെ മാനദണ്ഡങ്ങളുണ്ട്, അവരവരുടെ അളവ് പോലും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്കെല്ലാം ഒന്നിച്ചു നിന്ന് പറയാൻ പറ്റുന്നത് ഞങ്ങൾ ദൈവത്തിന് യോഗ്യമാവും വണ്ണമായി ജീവിക്കുന്നത് എന്ന് പറയണമെങ്കിൽ അത് എങ്ങനെ ആയിരിക്കണം? ദൈവത്തിന് ആദരവ് കൊടുക്കുന്ന, മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ പൂർണ്ണ പ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള സ്ഥാനം, അംഗീകാരം ലഭിക്കുന്ന, സൽഫലം കായ്ക്കുന്ന ജീവിതം.
ദീർഘക്ഷമയും സഹിഷ്ണുതയുമുള്ള ജീവിതം, ദൈവിക മഹിമയുടെ ആധിക്യത്തിന് വിധേയപ്പെടുന്ന ജീവിതം, പരിശുദ്ധാത്മാവിന്റെ നിറവിന് അല്ലെങ്കിൽ നിയന്ത്രണത്തിന് സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതമാണ് ദൈവത്തിന് യോഗ്യമാവുമെന്നുള്ള ജീവിതം. നാം നമ്മെ ശോധന കഴിക്കേണ്ടത് മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നില്ല. അവളെക്കാൾ, അവനേക്കാൾ, അവരെക്കാൾ ഞാൻ മെച്ചമാണെന്നല്ല ഞാൻ എന്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടത്. ഞാൻ എന്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ ഞാൻ എന്റെ ജീവിതം ദൈവത്തിന് മാനം കൊടുക്കുന്നതാണോ, മഹത്വം കൊടുക്കുന്നതാണോ, ആ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം ലഭിക്കുന്ന ആണോ? ദൈവപൈതൽ സ്ഥാനം നമുക്കുണ്ട്, ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറയുന്നു. ഇല്ല, ജീവിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അതിന് സ്വർഗത്തിൽ അതെ പ്രതിഫലമോ അല്ലെ സ്വർഗീയ പ്രവേശനമോ അല്ല. വിളിക്കപ്പെട്ടവരായതുകൊണ്ടാ പറയുന്നത്, പ്രിയ മക്കളായതുകൊണ്ടാ പറയുന്നത്, മക്കളായതുകൊണ്ടാ പറയുന്നത്, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് മാനവും മഹത്വവും കൊടുക്കുന്നതായിരിക്കണം. ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല കാര്യമാണ്. പക്ഷെ ഈ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണി നമുക്കില്ല. ഇതിനുള്ള നമ്മുടെ ആകത്തുക ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വിഷയം വന്നാൽ എല്ലാം കൂടെ പപ്പടം പോലെ പൊടിഞ്ഞു പോകാനുള്ള ആകത്തുകയെ നമുക്കുള്ളൂ. എന്നാൽ പർവ്വത സമാനമായ വിഷയങ്ങളിലും നമ്മളെ ഇളകാതെ നിർത്തുവാനുള്ള കരുത്ത് ദൈവത്തിന്റെ ആത്മാവിനുണ്ട്. ആത്മനിയന്ത്രണത്തിൽ വിധേയപ്പെടുമ്പോൾ പതറിപ്പോയ അപ്പോസ്തലന്മാർ, അതെ, നിസ്സാരം ഒരു ബാല്യക്കാരുടെ മുമ്പിൽ എനിക്ക് അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് മഹാപുരോഹിതന്മാരുടെ നിന്നോട് പറഞ്ഞു, എനിക്ക് ദൈവത്തെ കളഞ്ഞ് നിങ്ങളെ അനുസരിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ ആത്മനിയന്ത്രണനായപ്പോൾ, ഒരു മനുഷ്യൻ ദൈവാത്മാവിന് വിധേയപ്പെട്ടപ്പോൾ, ആ മനുഷ്യന്റെ ജീവിതം അതെ അമ്പേ മാറ്റിമറിച്ചു. ദൈവം പാടെ മാറ്റിമറിച്ചു. നിസ്സാരം തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത, അധികാരമില്ല, മറ്റു സ്ഥാനമാനങ്ങളില്ല, ഒന്നും ഒറ്റിക്കൊടുക്കാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാധാരണ സ്ത്രീയുടെ മുമ്പിൽ അതെ അറിയത്തില്ലെന്ന് പറഞ്ഞ് അധൈര്യം കാണിച്ച പത്രോസിന ആത്മാവിന്റെ കീഴിൽ നിറവിൽ നിയന്ത്രണത്തിൽ വന്നപ്പോൾ മഹാപുരോഹിതന്മാർ പറഞ്ഞു, ഇനിയും മേലാൽ നിങ്ങൾ ഈ നാട്ടിൽ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് യോഹന്നാന് മറുപടി കൊടുക്കുക, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിപ്പാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല, ഞങ്ങൾ ദൈവത്തെ തന്നെ അനുസരിക്കും. എന്റെ പ്രിയരെ, നമ്മളെ ധൈര്യശാലികളാക്കുന്നത് നമ്മുടെ മനക്കരുത്തല്ല, ആത്മാവിന്റെ നിയന്ത്രണമാണ്. ആത്മനിറവാണ് നമ്മളെ ധൈര്യശാലികളാക്കുന്നത്. ആത്മനിറവാണ് നമ്മളെ സാക്ഷികളാക്കുന്നത്. ആത്മാവിന്റെ സ്വാധീനമാണ് നമ്മളെ ഈ ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് അകറ്റി മാറ്റുന്നത്. ആത്മാവിന്റെ നിയന്ത്രണമാണ് മാനുഷിക വികാരങ്ങളുടെ വ്യക്തികളുടെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുന്നത്. ആത്മനിയന്ത്രണത്തിന്, ആത്മനിറവിന് നമ്മൾ വിധേയപ്പെടുമ്പോഴാണ്. രണ്ടും കൂടെ നടക്കത്തില്ല. എനിക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം എന്തായിത്തീരുന്നേ? The way you live will always honor and please the Lord. നമ്മുടെ ജീവിതം ദൈവത്തെ ആദരിക്കുന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമായി തീരുന്നു. ആ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാകുമ്പോൾ നമ്മളിൽ പുറപ്പെടുന്നത് കാട്ടുമുന്തിരിങ്ങയല്ല, സൽഫലങ്ങൾ പുറപ്പെടും. ആ സൽഫലങ്ങളുടെ ഒരു അല്പ വിശദീകരണമാണ് ഇവിടെ കൊടുത്തത്. നമ്മൾ ചിന്തിച്ചത് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കി നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരുമാകണമെന്ന് എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഇവണ്ണം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ പിതാവാം ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. എന്തിനാണ് നിങ്ങൾ സ്തോത്രം ചെയ്യേണ്ടതാണ് ഇവിടെ പറയുന്നത്? എന്തിന് നിങ്ങൾ യു മേ ബി ഫിൽഡ് വിത്ത് ഫുൾ ഓഫ് ജോയ്. നിങ്ങൾ നിറഞ്ഞ സന്തോഷമുള്ളവരായിരിക്കണം. എന്താണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം? മേ യു ബി ഫിൽഡ് വിത്ത് ജോയ്, ഓൾവേസ് താങ്കിങ് ദ ഫാദർ. എപ്പോഴും നിങ്ങൾ പിതാവിന് നന്ദി പറയണം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തിനാ നിങ്ങൾ നന്ദി പറയണ്ടേ? നിങ്ങൾ പ്രധാനമായി, ഞാൻ പറഞ്ഞു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, എന്നാൽ അടിസ്ഥാനങ്ങളെ മറക്കാൻ പാടില്ല. അതെ, നമ്മൾ നിൽക്കുന്ന നമ്മളെ അടിത്തറകളെ മറക്കാൻ പാടില്ല. ദൈവം നമ്മളെ എവിടെ നിന്ന് എവിടെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് മറന്നുകൊണ്ടല്ല മറ്റൊന്നിനും സ്തോത്രം ചെയ്യണ്ടേ. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാ സ്തോത്രം ചെയ്യണമെന്ന് അറിയാമോ? ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവിടുത്തെ വിശുദ്ധർക്ക് പ്രകാശത്തിലുള്ള അവകാശത്തിന്റെ ഓഹരിക്ക്, അതായത് വിശുദ്ധർക്ക്
പ്രകാശത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ആ വിശുദ്ധർക്ക് അവരുടെ അവകാശത്തിന്റെ ഓഹരിക്ക് നിങ്ങളെ യോഗ്യരാക്കി അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കി അവിടുത്തെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്ത പിതാവിന് നിങ്ങൾ ആനന്ദത്തോടെ സ്തോത്രം ചെയ്യുന്നവരുമാകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്ദി പറയുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. എന്തിനും ചോദിച്ചാൽ He has rescued us from the kingdom of darkness and transferred us into the kingdom of His dear Son. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഈ ഒരു സന്തോഷം, ഇതാണ് രക്ഷയുടെ സന്തോഷം. ഇത് ഏത് കാലത്ത് ഇതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ഇതൊരു ആദ്യകാലത്തെ സന്തോഷം മാത്രമാണോ? ഇതൊരു തുടക്കകാലത്തെ സന്തോഷം മാത്രമാണോ? അതോ ഈ സന്തോഷത്തെ നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി കരയറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ ഈ സന്തോഷത്തെ ഇതിനോടകം മൂടിക്കളഞ്ഞിട്ടുണ്ടോ? മുസ്ലിം പറയാ, നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. അതിന് കാരണമുണ്ട്. ദൈവം നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിൽ നിന്ന്, അന്ധകാരത്തിന്റെ ആ ആധിപത്യത്തിൽ നിന്ന്, ആ രാജ്യത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ആക്കി വെച്ചു. ഒരിടത്തു നിന്ന് വിടുവിച്ച് മറ്റൊരിടത്തേക്ക് നിങ്ങൾ. അതുകൊണ്ടാണ് അടുത്ത വാക്കിൽ പറയുന്നത്, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. ആ വീണ്ടെടുപ്പിനെ അവിടെ പറയാനുള്ള കാര്യം അതാണ്. അപ്പൊ നമുക്ക് ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടൊരു ചിന്ത വരും, എന്താണ് ഈ ഇരുട്ടിന്റെ അധികാരം? അതിനെ ഒരു അലങ്കാരിക ഭാഷയിൽ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയോ? നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിൽ തന്നെ ഞങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഒരു ഭാഗം, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ അന്ധകാരത്തിലായിരുന്നു, നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. അപ്പൊ നമുക്ക് അന്ധകാരത്തെ കുറിച്ച് നന്നായിട്ട് അറിയാം, അത്ഭുത പ്രകാശത്തെ കുറിച്ചും നന്നായിട്ട് അറിയാം. എന്നാൽ പലപ്പോഴും പിന്നീട് കണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ ആലങ്കാരികമായി മാത്രമേ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. യഥാർത്ഥമായി ഒരാൾ ഇരുട്ടിന്റെ അധികാരത്തിലാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥമെന്നും, ഒരാൾ യഥാർത്ഥമായി പ്രകാശത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരായി പുറത്തു വന്നാൽ എന്താണ് ആ ജീവിതത്തിന്റെ അർത്ഥമെന്നും മനസ്സിലാക്കാതെ കേവലം ഇരുട്ടും പ്രകാശവും എന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിതം വിജയകരമാകത്തില്ല. അത് വാക്കുകളുടെ ഒരു പ്രയോഗം മാത്രമേ ആകത്തുള്ളൂ. എന്തോ കട്ടിയായ ഒരു വാക്ക്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങളെ പുത്രന്റെ രാജ്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ ഈ അത്ഭുത പ്രകാശം പറയുന്ന പ്രാർത്ഥിക്കുന്ന 3/4 പങ്കു ആൾക്കാരും ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഈ അത്ഭുത പ്രകാശത്തെ കുറിച്ച് വിവരിക്കുന്നത്. എന്താണ് ഇരുട്ടിന്റെ അധികാരം? എന്താണ് വെളിച്ചത്തിന്റെ ജീവിതം? നാം പല ലേഖനങ്ങളിൽ പഠിച്ചവരായത്. നാം ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത കർത്താവിനെ ഓർത്ത്, ആ കർത്താവിനെ നമുക്ക് ദാനമായി തന്ന പിതാവിനെ ഓർത്ത് പിതാവിന് മഹത്വം കരയറ്റുമ്പോൾ അത് കേവലം വാക്കുകളായി അവശേഷിക്കരുത്. അത് പഴയകാല ജീവിതം, പുതിയ കാല ജീവിതം തമ്മിൽ ഉള്ള വ്യത്യാസം പ്രകടിപ്പിക്കണം. നമുക്കറിയാം, എഫെസ്യർ 5-ാം അധ്യായം നമ്മൾ ചിന്തിച്ച് എടുത്ത ഭാഗങ്ങളാണ്. 5-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കുമെന്ന് നമുക്കറിയാം. അഞ്ചിന്റെ 8. For once you were full of darkness, but now you have light from the Lord. So live as people of light.
For this light within you produces only what is good and right and true. ഇത് നമ്മൾ ചിന്തിച്ചാ വെളിച്ചത്തിൽ നമ്മൾ സത്യത്തിൽ നടക്കാം, വെളിച്ചത്തിൽ നടക്കാം എന്നുള്ള ഭാഗങ്ങൾ ചിന്തിച്ചപ്പം നമ്മൾ ചിന്തിച്ച ലിവിങ് ഇൻ ദ ലൈറ്റ്. അത് മലയാളത്തിൽ ഒന്ന് വായിക്കാം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴും കർത്താവിന് വെളിച്ചമാണ്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. വെളിച്ചത്തിൽ വെളിച്ചമുള്ളവരായി. For once you were full of darkness. അപ്പം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇരുളായിരുന്നു, ഇരുളിന്റെ അധികാരത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്തേ. നമ്മളെപ്പോഴാ ഇരുട്ടിലായിരുന്നേ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മള് ഇരുട്ടിലായിരുന്നോ? എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ഒന്ന് കാണാൻ കഴിയത്തില്ലായിരുന്നോ? നമ്മള് എന്തായിരുന്നു? ആ ഇരുളായിരുന്നു, ഇരുട്ടിന്റെ അധികാരമായിരുന്നു. For once you were full of darkness. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടോ? എല്ലാവരും ഒന്ന് ചിന്തിച്ച് അവരുടെ ജീവിതം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ മുഴുവൻ ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിലായെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടേ? ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ എങ്ങനെ കർത്താവേ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? എങ്ങനെ ഞങ്ങൾ ഇതിനെ ഗ്രഹിക്കണ്ടേ? ഇരുട്ടിനെ കുറിച്ച് കുറെ കൂടെ കട്ടിക്ക് പറഞ്ഞാൽ ശരിയാവോ? ദൈവമക്കളെ കൊണ്ട് നന്ദിയുള്ളവരും സ്തോത്രം പറയിക്കുന്നവരും ദൈവത്തോട് സ്നേഹമുള്ളവരാക്കാൻ ഇരുട്ടിനെ വർണ്ണിച്ചാൽ മതിയോ? ഇരുട്ടിന്റെ കാഠിന്യം പറഞ്ഞാൽ മതിയോ? അതോ വെളിച്ചത്തിന്റെ ആ വെളിച്ചത്തെ വിശദീകരിച്ചാൽ മതിയോ? എന്താ ഞങ്ങൾ ചെയ്യണ്ടേ? അന്ധകാരത്തിൽ നിന്ന്, അപ്പൊ അന്ധകാരം ഞങ്ങൾ എന്താ അത് മനസ്സിലാക്കണ്ടേ? അത്ഭുത പ്രകാശം. ഓ അത്ഭുത പ്രകാശം എന്താ ഞങ്ങളുമായിട്ട് ആപ്ലിക്കബിൾ ആകുന്നേ? ഞങ്ങളുടെ ജീവിതം തമ്മിൽ ഇത് എങ്ങനെ ഞങ്ങൾക്ക് തുലനം ചെയ്യാൻ പറ്റണേ? ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കണ്ടേ? ഞങ്ങൾക്ക് നന്ദി പറയണ്ടേ? അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ ചുമ്മാതെ സ്വത്രം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ, ആനന്ദത്തോടെ സ്തോത്രം ചെയ്യണം, സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി അറിയിക്കണം. അപ്പൊ സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യണേ, മനസ്സവിടെ കൊടുക്കണം. മനസ്സ് കൊടുക്കണമെങ്കിൽ കാര്യം ഗ്രഹിക്കണം. അപ്പൊ എഫെസ്യർ എഴുതി പറയുന്നു, നിങ്ങൾ ഇരുട്ടിന്റെ അധികാരം, നിങ്ങൾ പൂർണ്ണമായിട്ടും once you were full, ഒരിക്കൽ നിങ്ങൾ മുഴുവൻ ഇരുട്ടിലായിരുന്നു, ഫുൾ ഓഫ് ഡാർക്ക്നെസ്. കൊലോസിലെ എഴുതി നമ്മൾ വായിച്ചു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. നിങ്ങൾ മുഴുവനും ഇരുളായിരുന്നു, നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 26:18 ഒന്ന് വായിക്കാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തികൾ 26:18. Acts chapter 26 verse 18. പൗലോസ് തന്റെ സാക്ഷ്യം പറയുന്ന ഒരു ഭാഗമാണ്. വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതില്ല. അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ ആജ്ഞ അപ്പോസ്തലനായ പൗലോസിനോട് ലഭിച്ചത് അത് അഗ്രിപ്പാ രാജാവിനോട് വിശദീകരിക്കുക.
എന്റെ സാക്ഷ്യം പറയാ. അപ്പൊ സാക്ഷ്യം പറയുമ്പോ പറയാണ്, യേശു ഇപ്രകാരം എന്നോട് സംസാരിച്ചു. അതിന്റെ 15 തൊട്ട് ഇങ്ങോട്ട്. And the Lord replied, I am Jesus, the one you are persecuting. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്ന ഞാൻ നിന്നെ സാക്ഷിയാക്കി വെച്ച് അതെ അപ്പോയിന്റ് ചെയ്യുകയാണ്. 17-ാം വാക്യം, ജനത്തിന്റെയും സ്വന്തം ജനത്തിന്റെ ജാതിയുടെ ഞാൻ നിന്നെ രക്ഷിക്കും. എന്നിട്ട് പറഞ്ഞ ജാതിയുടെയിലേക്ക് നിന്നെ അയക്കുന്നു. 18, to open their eyes. ഞാൻ നിന്നെ ജെന്റൈൽസിന്റെ ഇടയിലേക്ക്, അല്ലെങ്കിൽ യഹൂദരല്ലാത്തവരുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കുക. എന്നിട്ട് നീ എന്ത്? അവരുടെ കണ്ണുകൾ തുറക്കുവാൻ. എങ്ങനെയാ? So they may turn from darkness to light. അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിയേണ്ടതിന്. And from the power of Satan to God. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് അവരെ തിരിക്കുവാൻ ഞാൻ നിന്നെ അയക്കുന്നു. To open their eyes. Jesus said, യേശു പൗലോസിനോട് പറഞ്ഞു, to open their eyes. അപ്പൊ ചോദ്യം, ഇരുള് എവിടെയായിരുന്നു? ഇവരുടെ കണ്ണുകൾ തുറക്കണമെന്ന് പറയുമ്പോൾ ഈ ഫിലിപ്പിയയിലും എഫെസോസിലും കൊളോസ്യയിലും അല്ലെങ്കിൽ കൊരിന്ത്യയിലും ഉള്ളവരുടെ അവർക്ക് കാഴ്ചയില്ലായിരുന്നോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നതും എനിക്കറിയാം. പക്ഷെ മെസ്സേജിനെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ പറയുന്നത്. ടു ഓപ്പൺ ദെയർ ഐസ്. അപ്പൊ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ അവരുടെ നേത്രങ്ങൾ കാണുന്നതായിരുന്നു. അവർക്ക് എല്ലാ കാഴ്ചയും കാണാമായിരുന്നു. കണ്ടുകൊണ്ടേയിരിക്കുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ നടക്കുന്നവർ പിശാചിന്റെ ഇരുട്ടിലാണെന്ന്. സൂര്യന്റെ വെളിച്ചത്തിൽ പട്ടാപ്പകൽ നല്ല വെളിച്ചത്തിൽ ലോകത്ത് ലഭിച്ചിരിക്കുന്ന ആ സൂര്യന്റെ വെളിച്ചത്തിൽ നടക്കുന്നവർ അവരുടെ കണ്ണു തുറക്കണമെന്ന്. To open their eyes. സൂര്യൻ ഉദിക്കാത്തൊരു നാട്ടിലേക്ക് ചെല്ലാനല്ല പറഞ്ഞേ. കണ്ണ് കാണാൻ കഴിയാത്തൊരു നാട്ടിലേക്ക് ചെല്ലുവാനല്ല പറഞ്ഞേ. പിന്നെയോ സൂര്യൻ ഉദിക്കുന്ന, സൂര്യന്റെ വെളിച്ചമുള്ള കണ്ണു തുറന്ന് കാണുന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക് ചെന്ന് അവരുടെ കണ്ണു തുറക്കുവാൻ. So they may turn from darkness to light. സൂര്യന്റെ വെളിച്ചത്തിൽ തന്നെ കണ്ണുകൊണ്ട് വെളിച്ചം കണ്ണുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നടക്കുന്നവരുടെ കാണാത്തൊരു കണ്ണ് തുറന്നുകൊണ്ട് വെളിച്ചത്തിൽ ജീവിക്കുന്ന തെറ്റിദ്ധരിക്കുന്നവരെ യഥാർത്ഥ ഇരുട്ടിൽ നിന്ന് യഥാർത്ഥ വെളിച്ചത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ശുശ്രൂഷയ്ക്കായി പൗലോസിനെ പരമേൽപ്പിച്ചു. And from the power of Satan to the power of God. അവർ സൂര്യനെ കാണുമ്പോൾ തന്നെ സൂര്യൻ ദൈവമാണെന്ന് കരുതുന്നവർ, ദൈവത്തിന്റെ സൃഷ്ടികളെയൊക്കെ ദൈവമാണെന്ന് കരുതി ഭജിക്കുന്നവർ, ഭക്തിയുള്ളവർ, ദൈവമേ എന്ന് വിളിക്കുന്നവർ, അവരെ കുറിച്ച് യേശു പറയുകയാണ്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് അവരെ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടത് കാണുന്നു എന്ന് പറയുന്നവന്റെ കാണാത്ത കണ്ണ് തുറക്കണം. വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുകയും സൂര്യന്റെ വെളിച്ചം ലഭിക്കുന്നു എന്ന് പറയുന്നവന്റെയും ജീവിതത്തിലെ യഥാർത്ഥമായി ഇരുട്ട് മാറണമെങ്കിൽ അതിന് അപ്പോസ്തലനെ നിയോഗിക്കുവാണ് യേശുവിന്റെ സുവിശേഷവുമായി. അതാണ് താഴെ പറയുന്നത്. Then they will receive forgiveness for their sins and be given a place among God's people. നീ പറയുന്ന വചനത്താൽ, സുവിശേഷത്താൽ എന്ത് സംഭവിക്കും? അവർക്ക് പാപങ്ങളുടെ മോചനം ലഭിക്കും. അവർക്ക് വെളിച്ചമുള്ള, അതാ പറഞ്ഞേ, വെളിച്ചത്തിൽ വസിക്കാൻ വിളിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കും. ഇനി എന്താണ് ഈ കണ്ണു തുറക്കണം? നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 4:4. 2 കൊരിന്ത്യർ 4:4. 2 Corinthians chapter 4 verse 4.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 4:4 Satan, who is the god of this world, has blinded the minds of those who don't believe. They are unable to see the glorious light of the good news. എന്റെ പ്രിയരെ, ഇവിടെ എഴുതിയിരിക്കുന്നത് they are unable to see the light of the sun എന്നല്ല, സൂര്യന്റെ വെളിച്ചം കാണാൻ കഴിയാത്ത അവരെ കുറിച്ചല്ല പറയുന്നേ. പിന്നെയോ സുവിശേഷത്തിന്റെ വെളിച്ചം, സുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാത്ത ഇരുളിനെ കുറിച്ചാണ് പറയുന്നത്. They are unable to see the glorious light of the good news. സുവിശേഷത്തിന്റെ ദിവ്യ ആ തേജസ് കാണാൻ കഴിയാത്തൊരു ഇരുട്ട്. They don't understand this message about the glory of Christ. ക്രിസ്തുവിന്റെ മഹത്വമടങ്ങിയ ഈ സുവിശേഷ സന്ദേശം മനസ്സിലാകാത്തവർ, അവ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ അടുത്തേക്ക് അപ്പോസ്തലനായ പൗലോസിനെ നിയോഗിച്ചയക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, Satan, who is the god of this world. അതുകൊണ്ടാണ് പറയുന്നത് ഇരുട്ടിന്റെ കിങ്ഡം, the kingdom of darkness, അവിടുത്തെ കിങ് ആണ് സൈറ്റാൻ. The kingdom of light, അവിടുത്തെ കിങ് ആണ് അതേ നമ്മുടെ കർത്താവ്. രണ്ട് കിങ്ഡം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുളിലായിരുന്നു എന്ന് പറയുമ്പോൾ സൂര്യന്റെ പ്രകാശമല്ല നമുക്ക് മറഞ്ഞിരുന്നത്, സുവിശേഷത്തിന്റെ പ്രകാശനമാണ് നമുക്ക് കാണാൻ കഴിയാതിരുന്നത്. ഭൂമിയിലെ വെളിച്ചമല്ലായിരുന്നു നമുക്ക് അന്യമായിരുന്നത്. ദിവ്യ വെളിച്ചമായി, ലോകത്തിന്റെ വെളിച്ചമായി, തേജസ്സായി, ജീവനായി, വചനമായി, അതെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന യേശുവിന്റെ വെളിച്ചമായിരുന്നു നമുക്ക് അന്യമായിരുന്നത്. ഭൂമിയുടെ വെളിച്ചം നമുക്ക് അന്യമല്ലായിരുന്നു, സൂര്യന്റെ വെളിച്ചം നമുക്ക് അന്യമല്ലായിരുന്നു, അതെല്ലാം നമ്മൾക്ക് സ്വന്തമായിരുന്നു. എന്നാൽ ആ കണ്ണ് പ്രകാശിക്കുന്നത്, എന്നാൽ അപ്പോസ്തലനെ നിയോഗിച്ചയക്കുമ്പോൾ പറയാണ് to open their eyes. അവരുടെ കണ്ണുകൾ തുറക്കണം. അപ്പോ ചോദ്യം, അവരുടെ കണ്ണുകൾ എന്തിനാ അടഞ്ഞിരിക്കുന്നത്? സൂര്യനെ കാണാതിരിക്കുന്നവരുടെ കണ്ണാണോ തുറക്കണ്ടേ? സുവിശേഷത്തിന്റെ പ്രകാശനം അതെ ലഭിക്കാത്തവരുടെ കണ്ണാണോ തുറക്കണ്ടേ? അതിന് അപ്പോസ്തലൻ പറയുകയാണ് കൊരിന്ത്യരോട്, Satan, who is the god of this world, ഈ ലോകത്തിന്റെ പ്രഭു. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കർത്താവായ യേശു പൗലോസ് അപ്പോസ്തലനോട് പറയുന്നു, ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്യുകയാണ് സാത്താന്റെ അടിമത്തത്തിലുള്ളവരെ ദൈവത്തിന്റെ അതേ ആധിപത്യത്തിലേക്ക് അതെ ട്രാൻസ്ഫർ ചെയ്യുന്ന ശുശ്രൂഷക്കായി ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുന്നു. എന്താണ് ആ ശുശ്രൂഷ? അതാണ് ഗുഡ് ന്യൂസിന്റെ പ്രകാശനം, സുവിശേഷത്തിന്റെ സത്യം. എന്തുകൊണ്ടാണ് അത് കണ്ണ് തുറക്കുവാൻ ഉപയോഗിച്ചത്? കാരണം ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണ് കുരുടാക്കിയിരുന്നു. എന്നിട്ട് ഇവിടെ എഴുത്തെഴുതി വെക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഈ സുവിശേഷത്തിന്റെ പ്രകാശനം അവർക്ക് ഗ്രഹിക്കാതിരിക്കാതെ വണ്ണം അവരുടെ കണ്ണുകളെ കുരുടാക്കി, അവർക്ക് വിശ്വസിപ്പായിരിക്കാതെ മറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? യഥാർത്ഥമായി ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുന്ന സത്യ സുവിശേഷമായി പൗലോസേ നീ ജാതിയുടെ അടുക്കിലേക്ക് പോകണം. അവർക്ക് സൂര്യന്റെ വെളിച്ചം മാത്രമേ അറിയത്തുള്ളൂ, എന്നാൽ അവർക്ക് ദൈവത്തിന്റെ വെളിച്ചമായി ഇറങ്ങി വന്ന ക്രിസ്തുവിന്റെ പ്രകാശനം അവരുടെ അകത്തുണ്ടാകണമെങ്കിൽ നീ അവരോട് ഈ ഗുഡ് ന്യൂസ് പറയണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഈ ലോകത്തിന്റെ പ്രഭുവായ
പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ എന്തോ നടന്നേ? ആദ്യം നടന്നത് ഈ ഗുഡ് ന്യൂസ് നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവകൃപ നമ്മളിൽ വ്യാപരിച്ചിട്ട് നമ്മുടെ കണ്ണുകൾ തുറന്നു. ഇരുട്ട് എന്ന് പറയുമ്പോൾ അത് ഏതു വെളിച്ചം കാണാൻ കഴിയാത്ത ഇരുട്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനത്തിന്റെയും തന്റെ പുത്രന്റെ തേജസ്സിനെയും കാണാൻ കഴിയാതെ വണ്ണമുള്ള ഇരുട്ടിൽ നാം ഓരോരുത്തരുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ അങ്ങനെയല്ല. ഇപ്പോഴോ നമുക്ക് പ്രകാശിക്കപ്പെടുന്നത് സൂര്യന്റെ വെളിച്ചത്തെക്കാളും നമ്മൾ അനുഭവിക്കുന്ന ഒരു വെളിച്ചമുണ്ട്, ഒരു പ്രകാശമുണ്ട്. അത് സത്യ ദൈവത്തിന്റെ ഏകജാതന്റെ ഏകജാതനായ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ സത്യം, വചനത്തിന്റെ വെളിച്ചം, ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ അകക്കണ്ണുകളെ തുറന്ന് ഇന്ന് പ്രകാശിക്കുക. ഇന്ന് ധൈര്യസമയം നമുക്ക് പറയാൻ പറ്റും, ഈ ലോകത്തിന്റെ പ്രഭുവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അടിമയല്ല. ഞാൻ എന്റെ കണ്ണ് കുരുടായിട്ടില്ല. പ്രായം കൂടുമ്പോൾ എന്റെ കണ്ണ് സൂര്യന്റെ പ്രകാശത്തിലും അതെ ഭവനത്തിനകത്തെ വെളിച്ചത്തിലും മങ്ങിപ്പോയെന്നിരിക്കാം. പക്ഷേ ഒരിക്കൽ എന്റെ കണ്ണ് ദൈവം തുറന്നെങ്കിൽ ഇനിയും എന്റെ അകക്കണ്ണുകളെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്റെ പുറം കണ്ണുകൾ മങ്ങിപ്പോയാലും അതിന്റെ കാഴ്ച നാൾതോറും കഴിയുമ്പോൾ ക്ഷയിച്ചാലും ക്ഷയിക്കാത്തതും മങ്ങിപ്പോകാത്തതുമായ ആ വെളിച്ചം കാണത്തക്കവണ്ണം എന്റെ അകക്കണ്ണുകളെ തുറന്ന എന്റെ ദൈവമേ, ഞാനങ്ങേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ലോകത്തിന്റെ എല്ലാ മഹത്വവും കാണുന്നു, എല്ലാ പ്രകാശവും കാണുന്നു. വീട്ടിനകത്തെ ഒരു ചെറിയ കരട് പോലും കാണുന്നു. നല്ല കാഴ്ചയുള്ള കണ്ണുകൾ. നിങ്ങൾ ഇരുളിലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അക്ഷരാർത്ഥത്തിലായിട്ട് അനുഭവിച്ചിട്ടില്ല. എന്നാൽ യഥാർത്ഥ ഇരുളെന്നും ചോദിച്ചാൽ ക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തിന്റെ പ്രകാശനം ലഭിക്കാതെ, കേൾക്കുന്ന വചനങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ, അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ, ക്രിസ്തുവിന്റെ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഒന്ന് റിവീൽ ആകാതെ ഇരിക്കുന്ന ജനത്തെ ഇന്നും പറയണ്ട, അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അവർ ഇപ്പോഴും ഇരുട്ടിന്റെ ആധിപത്യത്തിലാണ്, കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിലാണ്. എന്നാൽ ആർക്കേ പറയാൻ പറ്റത്തുള്ളൂ, ഞങ്ങൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ്, ദൈവത്തിന്റെ രാജ്യത്തിലാണ് എന്ന് പറയാൻ കഴിയുന്നവരാരെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിന്റെ പ്രകാശനം, ഗുഡ് ന്യൂസിന്റെ ആ വചനത്തിന്റെ ശക്തി അകത്തു പ്രകാശിച്ചിട്ട് അവർ കണ്ടതെന്താണെന്നറിയാമോ? ഭൗതിക നേട്ടമല്ല, പിന്നെയോ ക്രിസ്തുവിന്റെ മഹത്വം കണ്ടവന്, ക്രിസ്തുവിന്റെ തേജസ് കണ്ടവന്, ആ അത്ഭുത പ്രകാശം കണ്ടവൻ, അവന് മാത്രമേ പറയാൻ പറ്റൂ, ഞങ്ങളിപ്പോൾ വെളിച്ചത്തിന്റെ രാജ്യത്തിലാ, ക്രിസ്തുവിന്റെ രാജ്യത്തിലാ ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. അങ്ങനെയുള്ളവർ, സുവിശേഷത്തിന്റെ പ്രകാശനം അനുഭവിച്ചവർ, അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ എപ്പോഴാ സമ്മതിച്ചത് നമ്മൾ ഇരുളിലായിരുന്നെന്ന്. നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ എന്റെ പ്രിയരെ? നമ്മൾ എങ്ങനെയാ പറയുന്നത്? പോയി വേറെ വല്ലവരോട് പറയാൻ നമ്മൾ പറഞ്ഞല്ലേ? നമ്മൾ എങ്ങനെയാ സുവിശേഷത്തെ കണ്ടത്? എത്ര പേര് കിടക്ക് ഞങ്ങള് ചെറുപ്പം തൊട്ട് ഇത് പള്ളിയിലും പോയി വട്ടക്കാരെടുത്തും പോയി കുർബാനയും കൊണ്ട് എല്ലാ നോയമ്പും ആചരിച്ച് ഭക്തിയോടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഗുഡ് ന്യൂസോ എന്ന് പറഞ്ഞ് സുവിശേഷകരെ ആട്ടിപ്പായിക്കാൻ ഒരുങ്ങി നമ്മൾ ആട്ടിപ്പായിച്ച നമ്മൾ എപ്പോഴാണ് ഇരുളിലാന്ന് മനസ്സിലാക്കിയേ? അകക്കണ്ണു തുറന്ന് സുവിശേഷത്തിന്റെ പ്രകാശനം അകത്തു വന്ന് ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോഴാണ് നമ്മൾ സമ്മതിച്ചത് ഞങ്ങൾ ഇരുളിലായിരുന്നു. അയ്യോ, ഞങ്ങൾ ഇരുളിലായിരുന്നു. പള്ളിയിലെ മെഴുകുതിരികളും അതെ ശക്തി കൂടിയ വെളിച്ചങ്ങളും നമ്മളോർത്ത് നമ്മൾ വെളിച്ചത്തിലാണ്. അതെ ദീപ കത്തിച്ചു വെച്ചപ്പോൾ, അതെ പ്രകാശം പരത്തിയപ്പോൾ, മനുഷ്യന്റെ നിർമ്മിതിയുടെ പ്രകാശങ്ങൾ കണ്ടപ്പോൾ, അല്ല ദൈവം നമുക്ക് വേണ്ടി വെളിച്ചത്തിനായി സൃഷ്ടിച്ച സൂര്യന്റെ പ്രകാശം കാണാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരുളെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ യഥാർത്ഥമായി അകക്കണ്ണ് തുറന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ
ഞാൻ അന്ധകാരത്തിലായിരുന്നു, ഈ അധിക ലോകത്തിന്റെ അധിപതിയായ പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. എനിക്കിപ്പോഴാ മനസ്സിലായത് എന്താണ് ഈ അത്ഭുത പ്രകാശം എന്നുള്ളത്. എന്നാൽ അതിനോട് ചേർത്തൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിലും പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? പാപങ്ങളുടെ മോചനം. പ്രിയരെ, സുവിശേഷത്തിന്റെ പ്രകാശനം, ക്രിസ്തുവിന്റെ പ്രകാശനം, ആ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഒരു മനുഷ്യന്റെ അകക്കണ്ണുകളെ തുറന്നത് എന്തിനു വേണ്ടിയെന്നറിയാവോ? എന്നിൽ പാപമില്ല എന്ന് അവൻ തന്നെ തന്നെ ന്യായീകരിക്കാനല്ല. ഞാൻ പാപിയാണ്, പാപം ചെയ്യാത്ത ഒരുത്തൻ പോലുമില്ല, ഒരുപോലെ തെറ്റ് ചെയ്ത് കൊള്ളരുതാത്തരായി തീർന്നു. അതെ, ഇനിയും എന്നിട്ട് വീണ്ടെടുപ്പ് സാധിക്കുവാൻ എന്താ നിങ്ങൾ കേട്ട ഗുഡ് ന്യൂസ്? ഞങ്ങൾ കേട്ട ഗുഡ് ന്യൂസ്, ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണെന്നും പാപത്തിന്റെ അടിമത്തത്തിലാണെന്നും പിശാചിന്റെ അടിമത്തത്തിലാണെന്നും, എന്നാൽ ഇതാ ഞങ്ങളുടെ അകത്ത് പ്രകാശിപ്പിച്ച സന്ദേശം ഞങ്ങളോട് പറയുന്നു. അതേ, ഒരു വ്യക്തിയെ ഞങ്ങളുടെ മുമ്പിൽ ഈ സുവിശേഷം വെളിപ്പെടുത്തി. ആ വ്യക്തിയാണ് ഞങ്ങളുടെ ഫ്രീഡം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. He purchased our freedom through his blood. അവന്റെ രക്തം കൊണ്ട് അവൻ ഓൾറെഡി വീണ്ടെടുപ്പ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അത് വിശ്വസിച്ചാൽ മാത്രം. കർത്താവ് വില കൊടുത്തു വാങ്ങിയ പാപമോചനം എന്ന വീണ്ടെടുപ്പ്, സുവിശേഷ പ്രകാശനം ലഭിച്ച വ്യക്തി തന്റെ പാപത്തെ സമ്മതിക്കുകയും താൻ പാപിയാണെന്ന് ഏറ്റുപറയുകയും ആ പാപത്തിൽ തന്നെ രക്ഷിപ്പാൻ ഇതിന് വിമോചനം സാധിപ്പിച്ചെടുത്ത പുത്രനിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അവന് പറയാൻ കഴിയുന്നത്, ഞാൻ ഇപ്പോൾ പിതാവ് എന്നെ വീണ്ടെടുത്ത്, പുത്രനിലൂടെ വീണ്ടെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. Who purchased our freedom and forgave our sins. കേട്ടോണേ, ഇങ്ങനല്ല. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന്റെ യഥാർത്ഥ അർത്ഥം, അവൻ നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ടുള്ള ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നു. ഇനിയും അതിന്റെ ഒരു 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 ഓർഡറിൽ പറയുവാണെങ്കിൽ, ഒരാൾ എപ്പോഴാണ് താൻ ഇരുട്ടിന്റെ അധികാരത്തിലാണ് സമ്മതിക്കുന്നത്? ഒരാൾക്ക് എപ്പോഴാണ് താൻ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലായി എന്ന് പറയാൻ കഴിയുന്നത്? ആ ആളിൽ എന്തായിരിക്കും ഏറ്റവും ആദ്യം ഊന്നി പറയുന്നേ? ആദ്യം അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ അകക്കണ്ണുകളെ ദൈവം തുറന്നു. എങ്ങനെ തുറന്നു? സുവിശേഷം ഞങ്ങളുടെ കാതുകളിൽ എത്തിയപ്പോൾ തുറന്നിരുന്ന കണ്ണ. ഈ നാട്ടിലുള്ള എല്ലാം കാണുമായിരുന്നു, വീട്ടിലുള്ള എല്ലാം കാണുമായിരുന്നു, മറ്റുള്ളവരുടെ എല്ലാ കുറ്റവും കാണുമായിരുന്നു. ചായക്കകത്തൊരു ചെറിയ പൊടി വീണാൽ അത് കാണുമായിരുന്നു, വീട്ടിലൊരു ഭിത്തിയിൽ ഒരു അഴുക്കുണ്ടെ കാണുമായിരുന്നു, പൊടിയുണ്ടെ കാണുമായിരുന്നു, മറ്റുള്ളവന്റെ ഷട്ടിൽ ഒരു ചെറിയ അഴുക്ക് പറ്റിയാൽ കാണുമായിരുന്നു, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു പാളിച്ച പറ്റിയാൽ കാണുമായിരുന്നു, അയൽവക്കക്കാരന്റെ എല്ലാ കുറ്റവും അറിയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര വെളിച്ചത്തിലാണ്. പക്ഷെ സുവിശേഷം എത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാനാണ് യഥാർത്ഥ ഇരുട്ടിലാണ് ഞാൻ വസിക്കുന്നത്. കാരണം എനിക്ക് എന്നെ കുറിച്ച് ബോധമില്ലായിരുന്നു. ഞാൻ പാപത്തിൽ അടിമപ്പെട്ട് സാത്താന്റെ അധികാരത്തിന് വിധേയപ്പെട്ട് പാപപ്രവർത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്ന, സ്വയം ന്യായീകരിക്കുന്ന, നീതീകരിക്കുന്ന, നരകത്തിലേക്ക് ചിത്തിപ്പൊയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഗുഡ് ന്യൂസ് എന്റെ അകത്ത് വന്നപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നിട്ട് മറ്റുള്ളവരെ കാണുന്ന കണ്ണടച്ചു, എന്നെ കാണാനുള്ള കണ്ണ് തീർന്നു. ബാക്കി എല്ലാ വർത്തമാനം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നിട്ട് അവര് വന്നോ? അവര് പോയോ? എത്തിയോ? എവിടെയാ? എല്ലാ എന്നിട്ട് അവിടെ അങ്ങനെ ഇവിടെ എന്നിട്ട് പക്ഷെ സുവിശേഷം വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരു ശബ്ദം കേട്ട്, ഇസ്രായേലിൽ ഒരു ശബ്ദം ഒഴുകി,
അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് സത്യസുവിശേഷം അറിയിച്ചപ്പോൾ ഒരു ചോദ്യം കേട്ടു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞാനിനി എന്ത് ചെയ്യണം? ഞാനിനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ഈ സത്യസുവിശേഷം. അതുവരെ മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നല്ല മിടുക്കായിരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായം പറയാൻ, അവരുടെ കുറ്റം കണ്ടെത്താൻ, ചെറിയ തെറ്റുകൾ പോലും പെരുപ്പിച്ച് കാണുവാൻ, മറ്റുള്ളവരുടെ കറ കണ്ടുപിടിക്കുവാൻ, സ്വന്തം കണ്ണിൽ കോലിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കര നിറയ്ക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തിൽ ജീവിച്ച നമ്മളെ ഇപ്പോൾ സുവിശേഷത്താൽ വന്ന മാറ്റം, മറ്റുള്ളവന്റെ കരടോ കോലോ അല്ല നോക്കുന്നത്, സ്വന്തം കണ്ണിലെ കരടും കോലും തിരിച്ചറിയുന്ന ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്കുള്ള ട്രാൻസ്ഫർ. സുവിശേഷം കേട്ട നാമെല്ലാം ഒറ്റ വാക്കിൽ സമ്മതിച്ചു, കർത്താവേ, ഞങ്ങൾ പാപികളാ, ഞാൻ പാപിയാ. സുവിശേഷം എന്ന് പറയുന്നത് പാപിയാന്ന് പറഞ്ഞിട്ട് വിധിവിടുന്നതല്ല, പാപമോചനത്തിന്റെ വീണ്ടെടുപ്പിന്റെ മാർഗം തുറന്ന് വ്യക്തിയെ തന്ന് നമ്മളെ വീണ്ടെടുപ്പിലേക്ക് നടത്തിയിട്ട് നാം പറയുകയാണ്, എന്നെ ഒരു ദിവസം വീണ്ടെടുക്കുമെന്നല്ല, പിന്നെയോ ക്രിസ്തുയേശു തന്റെ രക്തമുഖാന്തരം പാപമോചനത്തിന്റെ വീണ്ടെടുപ്പ് വരെ കൊടുത്ത് എന്റെ പാപങ്ങളെ മോചിച്ചു. രണ്ട് കാര്യം നമ്മൾ അനുഭവിച്ചിരിക്കണം. വെളിച്ചത്തിൽ പുത്രന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ വസിക്കുന്നവർ ഈ രണ്ട് കാര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ ദേഷ്യം തോന്നരുത് പറയുമ്പം നമ്മൾ പുത്രന്റെ രാജ്യത്തിലല്ല. ഒന്ന്, ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു നമുക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയ സ്വാതന്ത്ര്യം. രണ്ട്, പാപമോചനത്തിന്റെ സന്തോഷം. ആ പാപമോചനത്തിന്റെ വീണ്ടെടുപ്പിന്റെ സന്തോഷവും അതിനോടനുബന്ധിച്ചുള്ള സ്വാതന്ത്ര്യവും. Forgiveness of our sins, and through the forgiveness of our sins we are enjoying the freedom in Christ. നാം ക്രിസ്തുവിൽ ഈ രണ്ട് കാര്യം അനുഭവിക്കാത്ത ആരെന്തെല്ലാം പറഞ്ഞാലും സോറി, നിങ്ങൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലെ അവകാശികളാണ്. ഇനി ഇതിന്റെ അടുത്ത ആപ്ലിക്കേഷൻ, ഇത് നമ്മൾ അനുഭവിക്കുന്നവരാ. ഞാൻ എഫെസ്യ ലേഖനം നിങ്ങളോടൊന്ന് വായിക്കാൻ പറഞ്ഞായിരുന്നു. എഫെസ്യ ലേഖനം എടുക്കുമ്പം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, അതിന്റെ 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണേ, 1 തൊട്ട് വായിക്കുമ്പം കുറെ പ്രവൃത്തികൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് എഫെസ്യ ലേഖനത്തിൽ മാത്രമല്ല, ഗലാത്യ ലേഖനത്തിലും ഉണ്ട്, ഫിലിപ്പി ലേഖനത്തിലും ഉണ്ട്, ലേഖനങ്ങളിലെല്ലാം ഇത് പറയുന്നുണ്ട്. Imitate God, therefore in everything you do, because you are his dear children. അവന്റെ പ്രിയമക്കളായതുകൊണ്ട് ദൈവത്തെ അനുകരിക്കണം. Live a life filled with love, following the example of Christ. എന്നിട്ട് ഒരു ജീവിതം, എന്നിട്ട് 3-ാം വാക്യം വരുമ്പോൾ ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. Let there be no sexual immorality, impurity or greed among you. ഒരു അശുദ്ധിയോ, ഒരു ദുർനടപ്പോ, ഒരു അത്യാഗ്രഹമോ നിങ്ങളുടെ ഇടയിൽ പേർ പറയുന്നു വെച്ചാൽ ഉണ്ടായിരിക്കാനേ പാടില്ല. ഇനി കേട്ടോനെ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നുള്ള ട്രാൻസ്ഫർ ലഭിച്ചവരുടെ എന്താണ്, ഞാൻ 2-3 പോയിന്റ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഒരു പോയിന്റ് കൂടാണ് പറയുന്നത്. Such sins have no place among God's people. ട്രാൻസ്ഫർ ലഭിച്ചിട്ട് പഴയ കാല
പഴയ സ്ഥലത്തെ പ്രവൃത്തി ഇവിടെ തുടരാൻ പാടില്ല. അങ്ങനാണെങ്കിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ എന്തുണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് നമുക്ക് പാപമോചനം വേണ്ടി വന്നേ? നാം പാപത്തിന്റെ അടിമയായിരുന്നു, പാപം ചെയ്തു വന്നിരുന്നു. എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. നിങ്ങളുടെ ഇടയിൽ എന്ത് പാടില്ല? 4-ാം വാക്യം. ചേർച്ചയില്ലാത്ത ഒന്നും. 4. എന്നിട്ട് let there be thankfulness to God. You can be sure that no immoral, impure or greedy person will inherit the kingdom of Christ and of God. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. 6-ാം വാക്യം. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. Don't be fooled by those who try to excuse these sins. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഇരുട്ടിന്റെ പ്രവർത്തികളിൽ ജീവിച്ച നിങ്ങൾ ഇനിയും ഈ വക പറഞ്ഞ ആരും നിങ്ങളെ പാപത്തിന് എക്സ്ക്യൂസ് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കരുത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം don't be fooled by those who try to excuse these sins. ഈ മേൽ പറഞ്ഞ പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക്, സെക്ഷുവൽ ഇമ്മോറാലിറ്റി, ഇമ്പ്യൂരിറ്റി, അത്യാഗ്രഹം, ദുർനടപ്പ്, ഇതൊക്കെ പണ്ടുമാകാം ഇപ്പോഴുമാകാം എന്ന് പറഞ്ഞ് ആരും നിങ്ങളെ ചതിക്കരുത്. കാരണം you are already transferred from the kingdom of darkness to the kingdom of the dear Son. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇച്ചിരി ചീത്തത്വരവും, ഇച്ചിരി പൊട്ടച്ചൊല്ലും, ഇച്ചിരി കളിവാക്കും, ഇച്ചിരി ദുർനടപ്പും, ഇച്ചിരി അത്യാഗ്രഹവും ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആരും നിങ്ങളെ വഞ്ചിക്കരുത്, വിഡ്ഢികളാക്കരുത്. For the anchor of God will fall on all who disobey him. അനുസരണക്കേട് ആര് കാണിച്ചാലും അവരുടെ മേൽ ദൈവത്തിന്റെ കോപം കടന്നു വരും. Don't participate in the things these people do. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. എന്നിട്ടാണ് 8-ാം വാക്യം പറയുന്നത്, for once you were full of darkness. എന്റെ പ്രിയനെ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു പറഞ്ഞാൽ അതിന്റെ അടുത്ത ഘട്ടമാണ് ഞാൻ പറയുന്നത്. സുവിശേഷം എത്തിച്ചെല്ലാൻ പറ്റാത്ത വിധം കണ്ണും മനസ്സും കുരുടായിരുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വന്ന പാപപ്രവർത്തികളും പാപ സ്വഭാവങ്ങളും ന്യായീകരിച്ച് അത് ഏതുമില്ലെന്ന് എണ്ണി ജീവിച്ച ഒരു കൂട്ടരുണ്ട്. നിങ്ങളും മുമ്പേ അങ്ങനായിരുന്നു, ഇനിയും അങ്ങനെ ആകാൻ പാടില്ല. For once you were full of darkness, but now ഒരിക്കൽ അങ്ങനെ ആയിരുന്നെ സമ്മതിക്കുന്നുണ്ടേ. പക്ഷെ ചോദ്യം, ഇപ്പോഴോ വ്യത്യാസമൊന്നുമില്ലേ? അന്നും അത്യാഗ്രഹം, ഇന്നും അത്യാഗ്രഹം, അന്നും ദുർനടപ്പ്, ഇന്നും ദുർനടപ്പ്, അന്നും ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കും, ഇന്നും ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കുവാണെങ്കിൽ ചോദ്യം ഉന്നയിക്കപ്പെടുന്നു, നിങ്ങൾ ഏത് രാജ്യത്തിന്റെ അംഗങ്ങളാണ്? Are you belong to the kingdom of darkness or you belong to the kingdom of the dear Son? രണ്ടിലൊന്ന് സമ്മതിക്കുക. But now you have light from the Lord. ഇപ്പോൾ നോക്കേ,
but now you have light from the sun. അല്ല, ഇപ്പോഴോ നിങ്ങൾക്ക് സൂര്യന്റെ പ്രകാശമല്ല, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രകാശത്തിലാണ് ജീവിക്കുന്നത്. സൂര്യന്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവന് ഇതൊക്കെ ആകാം, പക്ഷെ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ജീവിക്കുന്നവന് ഇത് പാടില്ല. സൂര്യന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവന് ഇഷ്ടത്തിന് അവൻ ജീവിക്കുമ്പോൾ, ദൈവത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവൻ അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ഞാൻ വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന് അഭിമാനിക്കുന്നവരെ പറയാം, once you were full of darkness. എന്താണ് അവിടെ പറയാൻ കാര്യം? ശ്രദ്ധിച്ചോ നിങ്ങൾ? ജീവിതത്തിന്റെ ഒന്ന്, കുരുടായിരിക്കുന്ന കണ്ണു തുറക്കുന്നു, മനസ്സ് തുറക്കുന്നു, സുവിശേഷം അകത്തേക്ക് കയറുന്നു. 2, സുവിശേഷം കയറുമ്പോൾ അന്ന് അവസാനിച്ചു. മറ്റുള്ളവൻ കുറ്റക്കാരെന്ന് പറയണമാക്കിയിട്ട് ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നു. 3, പാപക്ഷമയ്ക്കുള്ള ക്രിസ്തു മേടിച്ചു തന്ന ആ വീണ്ടെടുപ്പിന്റെ ആ സ്വാതന്ത്ര്യത്തെ, പാപമോചനം എന്ന വീണ്ടെടുപ്പിനെ ഞാൻ വിശ്വാസത്താൽ കൃപയാൽ കരസ്ഥമാക്കുന്നു. തീർന്നില്ല. കരസ്ഥമാക്കിയിട്ട് ഞാൻ കരസ്ഥമാക്കിയത് പുതുതായി ഒന്നാണെങ്കിൽ, എന്റെ വെളിച്ചം ക്രിസ്തുവിന്റെ വെളിച്ചമാണെങ്കിൽ എന്റെ ജീവിതം പഴയതാകാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് തുറന്നതും നമ്മുടെ മനസ്സ് തുറന്നുകൊണ്ടല്ലോ. കേട്ടോണേ, നമ്മുടെ അകക്കണ്ണ് തുറന്നതും നമ്മുടെ ഹൃദയം തുറന്നതും എന്തിനു വേണ്ടിയാ? നമ്മുടെ കൈയും കാലും കണ്ണും മൂക്കും ചെവിയും കാതും കൊണ്ട് ആ ഇരുട്ടിന്റെ പ്രവൃത്തികൾ തന്നെ ചെയ്യുക, അതിന് എക്സ്ക്യൂസ് പറഞ്ഞ് മുന്നോട്ട് വരിക, എന്നിട്ട് സ്തോത്രം ചെയ്യേണ്ട സമയമാകുമ്പോൾ ക്രിസ്തുയേശുവിലൂടെ പാപമോചനം എന്ന വീണ്ടെടുപ്പ് ലഭിച്ചതിനായി നന്ദി നന്ദി നന്ദി. അതിനാണോ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യിച്ചേ? Don't participate in the things these people do. ഇരുളിലായിരിക്കുന്ന ജനം ചെയ്യുന്ന അതേ പ്രവൃത്തികൾ നിങ്ങൾ ഇനിയും ചെയ്യരുത്, നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. Because you know, but now you have light from the God. ഇതോ പ്രിയരേ, നിങ്ങൾക്ക് ദൈവത്തിനുള്ള പ്രകാശം ഉദിച്ചിരിക്കുന്നു. എങ്ങനെ പ്രകാശം ഉദിച്ചത്? ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കിയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളെ സത്യസുവിശേഷത്താൽ ദൈവം തുറന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റി? ക്രിസ്തുവിന്റെ മഹത്വം, വെളിച്ചം, അത്ഭുത പ്രകാശം കാണാൻ പറ്റി. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റി? നിങ്ങളെ തന്നെ കാണാൻ പറ്റി. നിങ്ങളുടെ പാപത്തെ തിരിച്ചറിയാൻ പറ്റി. അത് തിരിച്ചറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പാപമോചകനെ ആവശ്യമായി വന്നു. ആ പാപമോചകൻ ക്രിസ്തു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ അവനെ ഹൃദയപൂർവ്വമായി സ്വീകരിച്ച് ആ രക്ഷയെ നിങ്ങൾ കരസ്ഥമാക്കിയെങ്കിൽ, ദൈവത്തിന്റെ വെളിച്ചം നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ പാപമോചനം എന്ന വീണ്ടെടുപ്പിൽ മാത്രം ജീവിക്കാനല്ല, പാപ പ്രകൃതിയെ അതിജീവിക്കുന്ന ജയജീവിതം കൂടെ നയിക്കാനാണ് നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പലരും വിചാരിച്ചു വെച്ചേക്കുന്നത് പാപം ദൈവം മോചിച്ചു, നന്ദി 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 നന്ദി, എന്നിട്ടോ പാപ പ്രകൃതിയെ ജയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ചീത്തത്തരം, ഇച്ചിരി പൊട്ടച്ചൊല്ല്, ഇച്ചിരി കളിവാക്ക്, വല്ലപ്പോഴും ഇച്ചിരി ദുർനടപ്പ്, വല്ലപ്പോഴും ഇച്ചിരി അത്യാഗ്രഹം. മനുഷ്യരായ ഇച്ചിരി അത്യാഗ്രഹം ഇല്ലാതെ പറ്റുമോ? മനുഷ്യരായ ഇച്ചിരി മദ്യപിക്കാതെ പറ്റുമോ? മനുഷ്യരായ ഇച്ചിരി പുകവലിക്കാതെ പറ്റുമോ? മനുഷ്യരായ ഇവരൊക്കെ വിളിക്കുമ്പോൾ പോയി ഇരുന്നില്ലെങ്കിൽ, അവര് ഗ്ലാസ്സിൽ ഒഴിച്ചു തരുമ്പോൾ കുടിച്ചില്ലെങ്കിൽ, അവര് സിഗരറ്റ് നീട്ടി തരുമ്പോൾ വലിച്ചില്ലെങ്കിൽ, അവരോട് 2 പൊട്ടത്തരവും കളിവാക്കും പറഞ്ഞില്ലെങ്കിൽ, അയ്യോ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കേട്ടോ, അനുസരണം കേട്ടവരെ ദൈവകോപം വരുന്നു. The answer of God, ദൈവത്തിന്റെ കോപം. ദൈവം നിന്നെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് നിന്റെ കൂട്ടുകാർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യാനല്ല. ദൈവം നിന്നെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് നിന്റെ വീട്ടുകാരെയും നാട്ടുകാരെയും പ്രസാദിപ്പിക്കാനല്ല, വിളിച്ചവനെ, പടചാർത്തവനെ പ്രസാദിപ്പിക്കാനാ വിളിച്ചത്. ട്രാൻസ്ഫർ ചെയ്തു, സ്ഥലം മാറ്റം തന്നു, ആ വീണ്ടെടുപ്പ് ദൈവം സാധ്യമാക്കി. പാപം ഞങ്ങളെ മോചിച്ചു, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. എന്നിട്ട് ചോദ്യം, പാപം മോചിക്കപ്പെട്ട പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതം പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വീണ്ടും പോയോ? അതോ നിന്റെ അവയവങ്ങളെ നീ ദൈവത്തിനോട് സമർപ്പിക്കുന്നുണ്ടോ?
അപ്പോഴാണ് നാം ഒരുമിച്ച് നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്ത, എടുത്തു മാറ്റിയ ഞങ്ങളുടെ ദൈവം ഇപ്പോൾ പുത്രന്റെ ജീവിത ശൈലിയിൽ തുടരുവാൻ തക്കവണ്ണം തന്റെ ആത്മാവിനെ തുണയായി തന്ന് നാൾതോറും ഞങ്ങളെ ജയാളികളാക്കി നടത്തുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്റെ മക്കളെ വേഗം അവസാനിപ്പിക്കാം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ട് ഇപ്പം ആരുടെ കൂട്ടുകെട്ടില്ല? അവരെ പിണക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അവരല്ലേ മൊത്തം പോറ്റി പുലർത്തുന്നേ. അവര് വിളിച്ച പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാ എന്തൊരു സ്നേഹമായിരുന്നു, ഒന്നിനും നോ പറയാൻ വയ്യ. പിന്നെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കേണ്ടതല്ലേ? എന്നിട്ട് ഈ നാട്ടിൽ ജീവിച്ചപ്പോ എത്ര നാട്ടുകാർ വന്നു കണ്ണീരൊപ്പാൻ? എത്ര പേര് വന്നു കടഭാരം മാറ്റാൻ? എത്ര പേര് വന്നു? തിരിഞ്ഞു നോക്കിയോ? അന്വേഷിച്ചോ സുഖമാണോന്ന്? ഇനി അന്വേഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? പിന്നെ ആരെ പ്രസാദിപ്പിക്കാനാ എല്ലാവരുടെയും കൂടെ പോയി പങ്കാളിയാകുന്നേ? ആരെ പ്രസാദിപ്പിക്കാനാ ഈ നോ പറയാതെ വ്യക്തിത്വ പ്രഭാവം കാണിക്കുന്നേ? ആ സ്ഥാനത്ത് ക്രിസ്തുവിന്റെ മഹത്വം ഒന്ന് കാണിച്ചേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ, കാരണം പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നു പോയോ? ഉറപ്പുകാർ എഴുതി വെച്ചോ നിങ്ങൾ. ചീത്തത്തരവും പൊട്ടച്ചൊല്ലും കളിവാക്കും വന്നിരിക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നു, ഉറപ്പ് കാര്യമാ അവരുടെ പ്രവൃത്തിയോട് നാം പങ്കാളികളായിരിക്കും. പാപിയുടെ വഴിയിൽ നിന്നോ, ഇച്ചിരി കഴിയുമ്പോ അവരുടെ കൂടി ഇരുന്ന് കൂട്ടുകൂടും. ഞാൻ ആ വാക്കുകളെ അവസാന വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. 13-ാം വാക്യം, 14-ാം വാക്യം. ഇരുട്ടിന്റെ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും പകുതിക്ക് ആക്കി വെച്ചെന്നേ. വി ആർ ഓൾറെഡി ഇൻ ദ കിങ്ഡം ഓഫ് ദ ലോർഡ്. ആക്കി വെച്ചു. അതൊക്കെ നമുക്ക് കഴിയാത്തത് ചെയ്തു. ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവരിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പ്രിയരെ, ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുക. ഇന്ന് രാത്രി നമ്മൾ എന്തുദ്ദേശിച്ചായി പറയുന്നേ? എന്തുവാ നമ്മുടെ മനസ്സിൽ വരുന്നേ? അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അക്ഷരാർത്ഥത്തിൽ അന്ധകാരത്തിലല്ലായിരുന്നു. You were full of darkness. എന്ത് ഡാർക്ക്നെസ്സിനെ കുറിച്ചാ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായി വരച്ച് കാട്ടി എന്നുള്ളത് ഒരു പരിധി വരെയെങ്കിലും. അത് നമ്മൾക്ക് അറിയാവുന്നതാണെങ്കിൽ പോലും ഈ വാക്കുകൾ പലപ്പോഴും ആലങ്കാരികമായി ആൾക്കാർ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ജീവിതം മാറിയെന്ന്. മാറ്റമുള്ള ഒരു ജീവൻ നയിക്കണമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ അവർ വാദോരാതെ പറയുന്നുകൊണ്ട് ഞങ്ങൾ അന്ധകാരത്തിലാണ് ഇപ്പൊ അത്ഭുത. പക്ഷെ പ്രായോഗികത വരുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കുക. ശരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണടച്ചിരുട്ടാക്കാൻ വേണ്ടിയാണോ അകക്കണ്ണ് കർത്താവ് തുറന്നേ? സത്യത്തിന്റെ മുമ്പിൽ കണ്ണടച്ചതിനെ ഇരുട്ടാക്കിയിട്ട് സ്വയം ന്യായീകരിക്കാനും നീതീകരിക്കാനും വേണ്ടിയാണോ കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നേ? ഇന്നും അതേ സ്ഥാനത്ത് വലിയൊരു കൂട്ടം അതേ ഇരുളിൽ കിടക്കുമ്പോൾ, എത്ര പറഞ്ഞിട്ട് സുവിശേഷത്തിന്റെ സത്യം അവരുടെ ഉള്ളിൽ പ്രകാശിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ഈ സുവിശേഷത്തിന്റെ സത്യം, ക്രിസ്തുവിന്റെ മഹത്വം പ്രകാശിപ്പിച്ചതിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരെങ്കിലും ചോദിക്കുക അതുകൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടായി? ഉത്തരവുണ്ടെന്നേ. ഇത് വെറും വാക്കല്ലേ, അതിനൊരു ഉത്തരവുണ്ട്. ഗുണം കേൾക്കണോ? അന്ന് വരെ മറ്റുള്ളവരെ വിധിച്ചോണ്ടിരുന്ന എനിക്ക് ഈ ഗുഡ് ന്യൂസ് അകത്തെത്തിയപ്പോഴാണ് സ്വയം വിധിക്കാൻ കഴിഞ്ഞത്. എന്റെ ദയനീയ അവസ്ഥ എനിക്ക് മനസ്സിലായി. എന്റെ പാപജീവിതത്തിന്റെ ചേറ്റിൽ കിടക്കുന്നതിന്റെ അവസ്ഥ മനസ്സിലായപ്പോൾ രക്ഷകനെ കയറി പിടിച്ച് ഞാനിതാ പുത്രന്റെ രാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. ചോദ്യം, പുത്രന്റെ രാജ്യത്തിൽ പ്രവേശിച്ചത് കൊണ്ട് ജീവിതത്തിലുണ്ടായ മാറ്റം? ഉത്തരവുണ്ട് പ്രിയപ്പെട്ടവരെ. പുത്രന്റെ രാജ്യവും ഇരുളിന്റെ രാജ്യവും തമ്മിൽ വ്യത്യാസമില്ലെങ്കിൽ പിന്നെ എന്ത് ലോകത്തിന് മുമ്പിൽ എന്താ കാണിച്ചു കൊടുക്കണം? നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം ഇരുട്ടിന്റെ രാജ്യത്തിൽ ജീവിച്ച മക്കളുടെ പുത്രന്റെ രാജ്യത്തിൽ ട്രാൻസ്ഫർ ആയവരുടെ ജീവിതത്തിന്റെ വ്യത്യാസം. അവരൊരേ സ്വരത്തിൽ പറയണം, സ്നേഹിതരോട് പറയണം,
പ്രിയപ്പെട്ടവരോട് പറയണം, മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും പറയണം, ഞങ്ങൾക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് മാത്രമല്ല ലഭിച്ചത്, പാപപ്രകൃതിയെ, പാപ സ്വഭാവത്തെ ജയിക്കാനുള്ള ക്രിസ്തുയേശു മുഖാന്തരമുള്ള ജയവും ദിനം തോറും ആത്മാവിനാൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളോട് പങ്കാളികളാകാൻ പറ്റത്തില്ല. ഞങ്ങളെ ട്രാൻസ്ഫർ, എന്റെ പ്രിയരെ, ജോലി ട്രാൻസ്ഫർ ആയി കിട്ടിയിട്ട് ആരെങ്കിലും പഴയടത്ത് പോയി ജോലി ചെയ്യുവോ? ആരെങ്കിലും പഴയ രീതിയിലേക്ക് പോ? ട്രാൻസ്ഫറും പ്രൊമോഷനും അനുസരിച്ച് ജീവിത നിലവാരം ഉയരുന്നെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച പിതാവ് തന്ന ഈ ട്രാൻസ്ഫറിന്റെ ജീവിത നിലവാരം നമുക്കൊന്ന് ഉയർത്തി കാട്ടണ്ടേ? നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് പാപമോചനം മാത്രമല്ല ലഭിച്ചത്, പാപപ്രകൃതിയെ ദിനം തോറും ജയിക്കാനുള്ള ദൈവകൃപയുടെ തന്റെ ആത്മാവിനാൽ ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് നൽകി തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരേ സ്ഥലത്തിൽ ആനന്ദത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇനി ഇരുട്ടിന്റെ രാജ്യവുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന്റെ അവകാശികളാണെന്നുള്ള വ്യർത്ഥമായ അഭിമാനമല്ല, അർത്ഥപൂർണമായ ജീവിതമാണ് ഞങ്ങൾ നയിക്കുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.